ഹലോ, എല്ലാവർക്കും ശ്രീദേവി കമ്പിളി റോസിലോട്ട് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വളരെ എന്താ പറയുക സന്തോഷമുള്ളൊരു കാര്യം പറയാനാണ് വന്നേക്കുന്നത്. അപ്പോൾ നമ്മുടെ 12 എന്നുള്ള വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. പിന്നെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്തേക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ എന്താണെന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു 12 വീഡിയോ ഞാൻ ചെയ്തിരുന്നു. അപ്പം അതിനെനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് ഞാനീ പറയണ പോലെ എന്താ പറയണത് വലിയ വിശ്വാസം ഇല്ലാണ്ട് ചെയ്തൊരു വീഡിയോ ആണത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിങ്ങനെ കണ്ടു, ഒത്തിരി പേർക്ക് അത് നമ്മുടെ രജനി ചേച്ചി പറഞ്ഞിട്ട് ആ വീഡിയോ ആണ് ഞാനത് കണ്ടത്. അപ്പം അതനുസരിച്ച് ഞാൻ ഇതിങ്ങനെ നടക്കുവാന്ന് വിചാരിച്ചൊരു ഇതിൽ വേണം ചെയ്ത് നോക്കിയത്. പക്ഷേ എനിക്കത് റിസൾട്ട് കിട്ടി. റിസൾട്ട് കിട്ടിയിട്ട് ഇതെൻ്റെ ഒരു അപ്പം ഞാൻ അത് വീഡിയോ ഇട്ടായിരുന്നു. പിന്നെ എൻ്റെ ഒരു കസിൻ ഇതുപോലെ തന്നെ പുള്ളിയുടെ ഒരു ജോലിയുടെ ആവശ്യത്തിന് വേണ്ടിയാണ് എന്നോട് ഇങ്ങനെ ചോദിച്ചത്. അപ്പം എനിക്ക് റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പം നമുക്കിപ്പോൾ അറിയുന്ന ആരെങ്കിലും റിസൾട്ട് കിട്ടിയെന്ന് പറയുമ്പോഴല്ലേ കൂടുതലൊരു ഇതാവുള്ളൂ. അപ്പം ഞാൻ പറഞ്ഞു പിന്നെ എനിക്ക് വിശ്വാസം ഇല്ലാണ്ട് ചെയ്ത്, പക്ഷെ ഭയങ്കര ഒരു മാജിക് നമ്പർ തന്നെയാണ് അത്. കറക്റ്റ് എനിക്ക് അനുഭവം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ അതും ചെയ്തു നോക്കി, അതിന് റിസൾട്ട് കിട്ടി. അപ്പം ഇതിൽ കൂടുതൽ നമുക്ക് എന്താല്ലേ പറയാനായിട്ട്, അത്രക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പം ആ സമയത്ത് ഞാനിത് അപ്പം ഇത് നമ്മൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിത് എഴുതി കഴിഞ്ഞ് നമ്മുടെ കാര്യം നടന്ന്, അതായത് 21 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പം നമ്മുടെ 21 ദിവസമുള്ള നമ്മളിപ്പോൾ എഴുതേണ്ടത്. അപ്പം ഇതിൽ നമ്മൾ കുറച്ച് ദിവസം എഴുതി നമ്മുടെ കാര്യം നടന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഉടനെ തന്നെ നമുക്ക് അടുത്ത ആവശ്യം എഴുതാൻ പോലെ ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് അടുത്ത നമ്മുടെ ആവശ്യം എഴുതാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ അതിനനുസരിച്ച് 7 ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ എൻ്റെ അടുത്ത ഇത് പറയുന്നത്. അത് ശരിക്കും നടക്കാനായിട്ട് ഭയങ്കര, അതായത് നടക്കില്ലെന്ന് തന്നെ വിചാരിച്ചിരുന്നൊരു കാര്യമാണ്. അത് അത്ഭുതം, അത് നടന്നു കിട്ടി. അപ്പോൾ എനിക്ക് അത് നിങ്ങളൊന്ന്, അപ്പം ഞാൻ രണ്ടാമത് എഴുതിയ കാര്യമാണ് കേട്ടോ ഇത്. ആദ്യം എഴുതിയ കാര്യം എനിക്ക് നടന്നു കിട്ടി. അത് ഞാനിത് പൊടിയൊക്കെ അടിച്ചേ, അപ്പം അത് കാരണം എനിക്ക് തുമ്മുന്നു. അപ്പോൾ രണ്ടാമത് എഴുതിയ കാര്യം എനിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും നമ്മൾ നടക്കുമെന്ന് വിചാരിച്ച കാര്യമല്ല. അപ്പം അത് കാരണം എനിക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കണേണ് ഞാൻ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രക്കൊരു സന്തോഷമുണ്ട് അക്കാര്യം നടന്നതിൽ. അപ്പം അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ വേണ്ടി കാര്യം. പിന്നെ കുറേ പേര് നമ്മളോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറേ പേർക്ക് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്, പിന്നെ കുറേ പേർക്ക് ഇത് മുടങ്ങിപ്പോയിട്ടുണ്ട്. അപ്പം മുടങ്ങിപ്പോണതിൻ്റെ കാര്യം എന്താണെന്ന് ചേച്ചിയുടെ വീഡിയോയിൽ ചേച്ചി പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് ഞാൻ പറഞ്ഞുതരാം. അപ്പം അതിന് മുമ്പ് തന്നെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ഇടത്തെ കയ്യിൽ നമ്മുടെ മോതിരവിരൽ നമ്മൾ 12 എന്ന് എഴുതിയിട്ട് അത് നമ്മൾ നീലമഷി കൊണ്ടോ പച്ചമഷി കൊണ്ടോ വേണം നമ്മൾ എഴുതാനായിട്ട്. ഇത് രാവിലെ 6 തുടങ്ങി 7 മണി വരെയൊക്കെയുള്ള സമയത്തിൽ നമുക്കിത് എഴുതി വെക്കാം. എഴുതി വെച്ചേച്ച് അരമണിക്കൂർ നമ്മളിത് മായാണ്ട് നോക്കണം. ഇപ്പോഴും ആൾക്കാർക്കുള്ള സംശയമാണ് നമുക്ക് ഇതെന്താ ചെയ്യേണ്ടത്. അരമണിക്കൂർ ഇത് മായാണ്ട് നോക്കണം എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കുറേ പേര് കുറച്ച് എഴുതി കഴിയുമ്പോൾ മാഞ്ഞു പോയി. പിന്നെ മെയിനായിട്ടൊരു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അത് ചേച്ചി ഇപ്പോൾ വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മൾ ഈ 12 എന്ന് എഴുതി കഴിഞ്ഞിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ കൂടി തെളിച്ചെഴുതാൻ പാടില്ല. അതായത് അപ്പം എഴുത്ത് രണ്ടാവുമെന്നാണ് ചേച്ചി പറയുന്നത്. അപ്പം ഒരു പ്രാവശ്യം നമുക്കിപ്പോൾ അപ്പം ഫസ്റ്റ് തന്നെ നമുക്ക് പേനയിൽ നല്ലതായിട്ട് തെളിഞ്ഞിരിക്കണം. അല്ലാണ്ട് പിന്നെയും കറപ്പിച്ച് അതിൻ്റെ മേളിൽ വരയ്ക്കാൻ പാടില്ല. അപ്പം നമുക്ക് 2 എഴുത്ത് വരുമെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രാവശ്യം തന്നെ നല്ലതായിട്ട്, അപ്പം നല്ല പേന എടുത്തിട്ട് ഒറ്റ പ്രാവശ്യം തന്നെ നമ്മൾ 12 എന്ന് എഴുതുക. വീണ്ടും കടുപ്പിച്ച് എഴുതാൻ പാടില്ല. അങ്ങനെ എഴുതുന്നതുകൊണ്ടാണ് നമുക്ക് കാര്യം നടക്കാത്തത്. അതിപ്പോൾ ചേച്ചി ഇട്ട വീഡിയോയിൽ ശരിക്കും പറയുന്നുണ്ട്. അപ്പം അതുകൊണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കുക. നീലമഷിയോ അല്ലെങ്കിൽ നമ്മുടെ പച്ചമഷിയോ കൊണ്ട് ഒറ്റ പ്രാവശ്യം എഴുതാൻ പാടുള്ളൂ, കടുപ്പിച്ച് എഴുതാൻ പാടില്ല. പിന്നെ നമ്മൾ ഇപ്പോൾ എന്തായാലും നമ്മളിത് എഴുതണ സമയത്ത് ഇത് നമ്മൾ എഴുതി കഴിഞ്ഞിട്ട് ഇതിൽ നോക്കിയിട്ട് നമ്മൾ ഇത് പ്രാർത്ഥിക്കണം. നമ്മൾ എന്ത് കാര്യമാണ് നമ്മൾ നടക്കണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നല്ലതായിട്ട് മനസ്സിരുത്തി ഒന്ന് പ്രാർത്ഥിക്കണം. എന്തായാലും നമ്മുടെ ഈ കാര്യം നടന്നു കിട്ടും. 21 ദിവസത്തിനുള്ളിൽ നമ്മുടെ ഇത് നടന്നു കിട്ടും. അപ്പം ശരിക്കും പറയണത് എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ എഴുതുമ്പോൾ 21 ദിവസം എഴുതണം. അതിന് ഇടയ്ക്ക് നമുക്കിടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ എഴുതണ്ട.
നമ്മുടെ ആവശ്യം നടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എഴുതണ്ട. പിന്നെ നമുക്ക് ഒരു 7 ദിവസം കഴിഞ്ഞിട്ടാണ് അടുത്ത ആവശ്യം എഴുതാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഈ നമ്മൾ അരമണിക്കൂർ മായാണ്ട് നോക്കണം എന്ന് പറഞ്ഞില്ല. അരമണിക്കൂർ പിന്നെ നിങ്ങൾക്ക് പണിയൊക്കെ എടുക്കാം. പക്ഷേ അങ്ങനെ പേടിയുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറും വെയിറ്റ് ചെയ്തതിന് വേണ്ടി, നമ്മളൊരു നല്ല കാര്യത്തിന് വേണ്ടിയല്ലേ ചെയ്യുന്നത്. അപ്പം ഞാൻ എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ 12 എന്ന് ഞാൻ ഈ പറഞ്ഞ എഴുതിയിട്ട് ഞാനൊന്നും ചെയ്തില്ലായിരുന്നു. ചെയ്തില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അടുക്കളയിൽ ചെന്നാൽ പിന്നെ വെള്ളം എടുക്കും, അതൊക്കെ എടുക്കും. അപ്പം നമ്മൾ വെള്ളം കൊണ്ട് പോകണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാനിത് അരമണിക്കൂർ ഞാൻ ഇത് മായാണ്ട് തന്നെ വെയിറ്റ് ചെയ്തിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം ചെയ്ത് ഒന്ന് മങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരു ടെൻഷനായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇത് കറക്റ്റ് അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ ജോലിക്കൊക്കെ പോയത്. പിന്നെ നമുക്കിത് മാഞ്ഞു പോയാലും നമുക്ക് യാതൊരു വിധ പ്രശ്നങ്ങളും ഇല്ല. നമുക്ക് നല്ല റിസൾട്ട് കിട്ടിയിരിക്കും. നമ്മൾ ആ നല്ല വിശ്വാസത്തോടെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റിസൾട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. എന്ത് കാര്യങ്ങളും നമ്മുടെ യൂണിവേഴ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നമ്മുടെ നടന്നിരിക്കും. അത് നല്ല വിശ്വാസത്തോടു കൂടി തന്നെ ചെയ്യണം കേട്ടോ. എന്നാലേ ഉള്ളൂ നമുക്ക് ആ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് പിന്നെ ആദ്യം ഒന്ന് എഴുതി നമുക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടി, ഇപ്പം രണ്ടാമത് എഴുതി അതിൻ്റെ റിസൾട്ടും കിട്ടി. അപ്പോൾ നമുക്ക് നമ്മളെ മനസ്സിൽ എന്തുമാത്രം ആഗ്രഹിച്ചാണ് അത് ചെയ്യുന്നത്, അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് റിസൾട്ട് കിട്ടും. ഈ രണ്ടാമത്തെ ഞാൻ എഴുതിയ കാര്യം ഒരിക്കൽ പോലും ഞാൻ നടക്കുമെന്ന് വിചാരിച്ചല്ല. അപ്പം ഞാൻ എനിക്ക് ഒരു വീഡിയോ ഇട്ടു ഇതിനെക്കുറിച്ച് 12 എഴുതി. അപ്പോൾ അതെനിക്ക് റിസൾട്ട് കിട്ടി. രണ്ടാമത്തെ കാര്യം ഒന്നും കൂടി നമുക്ക് ചെയ്ത് നോക്കാം, എങ്ങനെയാണ് കിട്ടുമോ ഇല്ലേ, ആ രീതിക്ക് തന്നെ ചെയ്തു. പിന്നെ കുറച്ച് വ്യത്യാസം ഉണ്ടായെന്ന് വെച്ചാൽ മറ്റൊന്ന് എനിക്കൊരു 3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടി, ഇത് ഒരു 8 ദിവസമായി. അപ്പോഴാണ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് കിട്ടിയത്. അപ്പോൾ 8 ദിവസമായപ്പോഴും ഞാൻ വിചാരിച്ചത് എന്നാന്ന് വെച്ചാൽ ഓരോ ദിവസം കുറവ് നടക്കില്ലായിരിക്കും. പക്ഷേ അത്ഭുതം തന്നെ പറയണം, നമുക്കത് നടന്നു കിട്ടി. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 12 മിക്കവരും എഴുതിയിട്ട്, അതായത് കണ്ടിന്യൂസ് ആയിട്ട് എഴുതാൻ മറന്നു. മിക്കവരുടെ പ്രശ്നം അതാണ്. ഒരു ദിവസം നമ്മൾ 6 തുടങ്ങി 7 വരെ സമയത്ത് നമ്മൾ എഴുതണമല്ലോ. അപ്പം അന്ന് എഴുതും, പിറ്റേ ദിവസം എഴുതും, അതിൻ്റെ പിറ്റേ ദിവസം മറന്നു പോകും. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ആദ്യം എന്ന് പറഞ്ഞ് തുടങ്ങണം. അല്ലാണ്ട് പിന്നെ അവിടെ നിന്ന് നമ്മൾ മുടങ്ങിയിട്ട് പിന്നെ അടുത്ത ദിവസം അങ്ങനെ എഴുതാൻ പാടില്ല. വീണ്ടും നമ്മൾ ആദ്യം തുടങ്ങി 21 ദിവസം എഴുതണം. അപ്പോൾ അത് ഈ മുടങ്ങണവർക്ക് വേണ്ടിയിട്ടൊരു കാര്യമാണ് ചെയ്യേണ്ടത്. അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാത്രി നമ്മൾ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് ഒന്ന് കാൽമുഖമൊക്കെ കഴുകിയൊക്കെ വന്നതിന് ശേഷം, ഇത് ശുദ്ധവും ഇതൊന്നും വൃത്തിയൊന്നും ഇതിന് പ്രശ്നമല്ലേ, എന്ത് കഴിച്ചാലും ഒന്നും പ്രശ്നമല്ല. ഇപ്പോൾ രാത്രി നമ്മൾ എല്ലാം കഴിച്ച് വൈകിട്ട് നമ്മൾ മേലൊക്കെ കഴുകി പിന്നെ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ചത് പിന്നെ നമ്മൾ പോയിട്ട് എന്തായാലും മേലെ കഴുകുമല്ലോ. കൈയും കാലൊക്കെ കഴുകി വന്നതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ കൈയുടെ അകത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും നടക്കേണ്ടത് അത് നമ്മൾ ഇതിൻ്റെ അകത്ത് എഴുതുക. എന്നിട്ട് നമുക്കിത് ഇതുപോലെ ഒരു സ്ക്വയർ വരക്കണം. കണ്ടോ, ഒറ്റ പ്രാവശ്യം ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. പിന്നെ ഇതിൻ്റെ മേളിൽ കൂടി വീണ്ടും വരക്കരുത്. നമ്മൾ ഇപ്പം ഇങ്ങനെ ഒരു സ്ക്വയർ വരക്കണം. എന്നേച്ച് ഇത് ചേച്ചി പറഞ്ഞ വീഡിയോയിൽ അനുസരിച്ച് ഞാൻ ചെയ്യുന്നതുണ്ട. നിങ്ങൾക്കിപ്പോൾ പൈസയാണ് ആവശ്യമെന്നെങ്കിൽ നിങ്ങൾ ആ പൈസ എഴുതുക ഇതിൻ്റെ അകത്ത്. കണ്ടോ, ഇത് കണ്ടോ, ഇങ്ങനെ ഒരു സ്ക്വയർ വരക്കുക. എന്നിട്ട് ഞാനിതിലിപ്പോൾ 2000 എഴുതിയേക്കുന്നത് കണ്ടോ. അപ്പം നിങ്ങൾക്കിപ്പോൾ പൈസ ഇപ്പം ഇത്രയും പൈസയാണ് നിങ്ങൾക്ക് ആവശ്യം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പൈസ അതിൻ്റെ അകത്ത് എഴുതുക. എന്നിട്ട് ഇതുപോലെ ഒരു സ്ക്വയർ വരയ്ക്കുക. എന്നിട്ട് നിങ്ങളുടെ ആവശ്യം ഈ സ്ക്വയറിൻ്റെ അകത്ത് നിൽക്കണം. അതായത് ഇപ്പോൾ ജോലിക്കാരാണെങ്കിൽ എനിക്കൊരു ജോലി കിട്ടണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മളിത് എഴുതി വെക്കണം. പൈസയാണെങ്കിൽ പൈസ, പിന്നെ നമുക്കിടെ പിന്നെ എൻ്റെ കല്യാണമാണെങ്കിൽ എൻ്റെ കല്യാണം നടക്കണം. അപ്പോൾ ഇപ്പോൾ മോൾക്ക് വേണ്ടി അമ്മ എഴുതണമെങ്കിൽ എൻ്റെ മോളുടെ കല്യാണം നടക്കണം. അങ്ങനെ എഴുതുക. എഴുതിയിട്ട് ഇതുപോലെ ഒരു സ്ക്വയറിൽ നമ്മൾ എഴുതുക. എഴുതിയിട്ട് നമ്മൾ നമ്മുടെ ആവശ്യം ഇതിൽ പ്രാർത്ഥിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഇതാവുമ്പോൾ നമുക്ക് ഒറ്റ പ്രാവശ്യം എഴുതി വെച്ചാൽ മതി. മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 21 ദിവസം കണ്ടിന്യൂസ് ആയിട്ട് എഴുതും, നമ്മളിത് മറന്നു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇത് കിടക്കണതിന് മുമ്പ് ഇതൊരു പ്രാവശ്യം ഒന്ന് എഴുതുക. എന്നിട്ട് നല്ലതായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ മുടങ്ങിപ്പോകുന്നവർ ഇങ്ങനെ
ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഉടനെ നമുക്ക് തന്നെ റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണ്. രാത്രി നമ്മൾ അത് കയ്യിൽ അതങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ പറയണ പോലെ തന്നെ 12 എഴുതണം. അതേപോലെ തന്നെ നമുക്ക് ഒരു 21 ദിവസം കഴിയുമ്പോൾ ശരിക്കും നമുക്ക് റിസൾട്ട് കിട്ടുന്ന ഒരു കാര്യമാണത്. അപ്പോൾ എല്ലാവരും പ്രത്യേകം ഒരു കാര്യം ശ്രദ്ധിക്കണം. നമ്മളിത് എഴുതുമ്പോൾ രണ്ടാമത് ഇത് കടുപ്പിച്ച് എഴുതരുത്. ഒറ്റ പ്രാവശ്യമാണ് നമ്മുടെ ഇത് വരാൻ പാടുള്ളൂ. രണ്ടാമത്തെ പ്രാവശ്യം എഴുതി കഴിയുമ്പോൾ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എഴുത്തായി പോവും. ഒറ്റ പ്രാവശ്യം നമുക്ക് ഇത് എഴുതാൻ പാടില്ലല്ലോ ഒരു ദിവസം. അപ്പോൾ ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ഒരു സ്ക്വയർ 2000 എന്ന് എഴുതിയിട്ട് പിന്നെ അതിൻ്റെ മേളിൽ കൂടി വെച്ച് കഴിഞ്ഞാൽ അത് എന്താ പറയണത്, അതിൻ്റെ ഇത് തെറ്റിപ്പോവും. അപ്പം അങ്ങനെ എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റിസൾട്ട് കിട്ടില്ലെന്നാണ് പറയണം. പിന്നെ നമ്മൾ ഇപ്പോൾ 12 എഴുതണമെങ്കിലും ശരി, ഈ 12 എന്ന് എഴുതിയിട്ട് വീണ്ടും അതിൻ്റെ മേളിൽ നമുക്ക് ഒറ്റത്തവണ എഴുതാൻ പാടുള്ളൂ. ഒരു ദിവസം ഒറ്റത്തവണ, 21 ദിവസമാണ് അത് എഴുതേണ്ടത്. അപ്പം നമ്മൾ 12 വീണ്ടും അതിൻ്റെ മേളിൽ കൂടി 2 എഴുത്താവും. അങ്ങനെ എഴുതി കഴിയണവർക്ക് റിസൾട്ട് കിട്ടില്ല. ഇപ്പോൾ കുറേ പേർക്ക് റിസൾട്ട് എഴുതിയിട്ട് കിട്ടാത്തവർ ഒരുപാടുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒന്നും കൂടി ആദ്യം തുടങ്ങി ട്രൈ ചെയ്തിട്ട് ഒറ്റ പ്രാവശ്യം നമ്മൾ എഴുതുക. ഇത് ഇങ്ങനെ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഇടയ്ക്ക് വെച്ച് ഇത് അതായത് മുടങ്ങിപ്പോവും. അപ്പോൾ പിന്നെ ആദ്യം തുടങ്ങി ചിലപ്പോൾ 10 ദിവസം എഴുതിയിട്ടായിരിക്കും പിന്നെ നമ്മൾ ആദ്യം തുടങ്ങുക. അങ്ങനെയുള്ളവർ രാത്രി കിടക്കാൻ നേരത്ത് ഇങ്ങനെയുള്ള പരിപാടി ചെയ്ത് വെച്ചാൽ മതി. ഇങ്ങനെ സ്ക്വയർ വരയ്ക്കുക. അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് എന്ത് കടബാധ്യതയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതുക. എന്നിട്ട് ആ പൈസയുടെ ആ എമൗണ്ട് എഴുതുക, ഒരു സ്ക്വയർ. ആ സ്ക്വയറിൽ നമ്മൾ നിൽക്കണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയാണ് രജനി ചേച്ചി പറയുന്നത്. എന്നിട്ട് പിന്നെ നമ്മുടെ വേറെ എന്ത് കാര്യങ്ങളാണ് നടക്കണമെങ്കിലും അത് ഇതാക്കുക. എന്ത് കാര്യവും നമുക്ക് നമ്മുടെ വിശ്വാസമായി ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നടന്നിരിക്കും. ഇപ്പം എനിക്ക് ഏറ്റവും അതിശയം എന്ന് വെച്ചാൽ എൻ്റെ 2 കാര്യവും എൻ്റെ നടന്നു. രണ്ടാമത്തെ കാര്യം ഇപ്പം ഞാൻ എഴുതിയത് അത്രയ്ക്കും എനിക്ക് ഒട്ടും നടക്കുമെന്ന് തന്നെ വിചാരിക്കാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ നമ്മൾ വിശ്വാസപൂർവ്വം ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും റിസൾട്ട് കിട്ടും. അപ്പോൾ വീഡിയോ കൊണ്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. പിന്നെ എങ്ങനെയൊക്കെയാണ് നിങ്ങളുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കിട്ടിയാൽ എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ഇട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.